തൂങ്ങി മരിച്ചതായിരുന്നു. അതായത് അന്ന് രാവിലെ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ കുട്ടി തൂങ്ങി മരിച്ചത്. കുട്ടിയെ ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കാണുന്നത് എന്നെ അവൻ വല്ലാതെ വഞ്ചിച്ചു, എന്നെ വല്ലാതെ ചതിച്ചു, എനിക്ക് ഈ കാര്യത്തിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത്. നമുക്ക് തന്നെ ഏകദേശം 100ഓളം മരണഘട്ടങ്ങളുണ്ട് എന്നാണ് പറയുക. പൂജാരി ആണെങ്കിൽ കൂടിയും ഓപ്പണായിട്ട് നമുക്കൊരു പെൺകുട്ടിയോട് പിന്നെ ഒരു പ്രണയം തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പയ്യൻ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇനി എനിക്കതിന് പറ്റില്ല, ഞാൻ പോവുകയാണ്, ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സംഭവമാണ് ഇവളുടെ മനസ്സിൽ. പറഞ്ഞുതരാ, ഈ പ്രേതം, ഭൂതം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഒരു തോന്നലാകാം, അല്ലെങ്കിൽ അതൊക്കെ മറ്റൊരു അനുഭവ തലങ്ങളാകാം. ചേട്ടന് അങ്ങനെ വല്ല അനുഭവ തലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ രാഹുലെ, ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ഞാൻ കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ ആളുകൾക്ക് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ അറിയുന്നത്. കാരണം നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു മാത്രമാണ് ശീലം. ഇങ്ങനെ വരുന്ന അതിഥികളോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാരാനോർമൽ ആക്ടിവിറ്റീസൊക്കെ അറിയാവുന്ന, അതിനെപ്പറ്റി പഠിക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് ഒരുപക്ഷെ നമ്മൾക്കത് പറയാൻ, ഇപ്പം ഞാനിത് പറയാൻ ആധികാരികമായിട്ട് ആളാണോ എന്നെനിക്കറിയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് വലിയ രീതിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് അതിനിടയ്ക്ക് ഈ പാർട്ടി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് വിശ്വാസത്തിലൊക്കെ കുറച്ച് ഇടിവ് തട്ടിയ ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കുറേ വലുതായി നമ്മൾ യൗവനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ കുറച്ചുകൂടെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മൾ ഈ സ്പിരിച്വൽ വഴികളിലേക്ക്, ആത്മീയതയിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് ദൈവം? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ? അല്ലെങ്കിൽ പ്രേതബാധയുണ്ടോ? പ്രേതമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളസാരി ഉടുത്ത് നടക്കുന്നതാണോ പ്രേതം? അല്ലെങ്കിൽ ആരെയെങ്കിലും രക്തമൂറ്റി കുടിക്കുന്ന ഒരു സംവിധാനമുണ്ടോ? തുടങ്ങിയ കുറേയധികം ചിന്തകൾ. ഓരോ മനുഷ്യന്മാർക്കും ഓരോ തലത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ആ രീതിയിലുള്ള ചിന്തകളായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേയധികം അന്വേഷിച്ചു, കുറേയധികം ആളുകളെ കണ്ടു. എന്തൊക്കെയോ ചില നിയോഗങ്ങൾ പോലെ ആരുടെയൊക്കെയോ അടുത്തെത്തി, കുറേയധികം ഗുരുക്കന്മാരെ കണ്ടു, കുറേയധികം സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാരെ, അതുപോലെ തന്നെ പാരാസൈക്കോളജിക്കലി പഠിക്കുന്ന ആളുകളെ, ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളെയൊക്കെ കണ്ടു. അത്തരത്തിൽ അങ്ങനെ ആളുകളെയൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ കുറേ അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല, ഒരു ഉൾവിളി പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്തോ ഒരു ഉൾവിളി ഉണ്ടാവും നമുക്ക്. അതായത് ഉൾവിളി പോലെ അതിൻ്റെ ഒരു കറക്റ്റ് തോന്നൽ ഒരു തോന്നലുണ്ടാവും. എല്ലാവരും തോന്നലാണ്. അതെ, എല്ലാവരും തോന്നലാണെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ആത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ, അതോ ഇത് വെറും ഒരു കെട്ടുകഥയാണോ എന്ന തരത്തിലായിരുന്നു എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ കാര്യം. ഞാൻ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ ശ്രമിച്ചത്. അത്തരത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. അതായത് ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങൾ, ഇപ്പോൾ അനുഭവത്തിലുള്ള ഇപ്പം പരലോക നിയമങ്ങൾ പോലുള്ള വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ മുതൽ ജോർജ് മാത്യു സാറിൻ്റെ പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമ്മൾക്ക് അനുഭവത്തിൽ വന്നില്ലെങ്കിൽ അതൊരു മിത്തായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ, അതായത് ഞാൻ എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് എൻ്റെ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത്, അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവൻ ഒരിക്കൽ എന്നോടൊരു കാര്യം പറയുന്നു. അതായത് ഞാൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നറിയുന്ന ഒരാളാണ്. അത്യാവശ്യം എനിക്ക് ഈ കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്ത് എന്നെ വന്ന് കണ്ടു. അവൻ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നു. അങ്ങനെ പോയ സമയത്താണ് ഞാൻ വിശദ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട്, അവൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഒരാളുമായിട്ട് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. ആ പ്രണയം പിന്നീട് പരാജയപ്പെടുകയും അത് പിന്നെ ഒരു ടോക്സിക് റിലേഷൻ എന്നുള്ള നിലയിലേക്ക് പോവുകയും ഈ പയ്യൻ ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി.
അപ്പം ഈ കുട്ടി വല്ലാത്ത രീതിയിൽ ഡിപ്രഷനായി, വലിയ പ്രശ്നമായി, വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ആ കുട്ടിയെ കണ്ടു, സംസാരിച്ചു, അവളോട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മളിങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, നമുക്കിതിന് ഒരുപാട് നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതികൾ നോക്കാം, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുകയും അത് ആ കുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടും ഞാൻ ഈ പയ്യൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് പോയി കാണുകയും ഈ കുട്ടിക്ക് വേണ്ടി ഇടപെടുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ കേൾക്കുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതായത് വളരെ രാവിലെ എഴുന്നേറ്റ് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറയുമ്പോൾ ഈ കുട്ടി മരണപ്പെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്. തൂങ്ങി മരിച്ചതായിരുന്നു. അതായത് അന്ന് രാവിലെ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ കുട്ടി തൂങ്ങി മരിച്ചത്. അപ്പോൾ നമുക്ക് അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പേര് പ്രൈവസി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തൂങ്ങി മരിച്ചു. അപ്പോൾ തൂങ്ങി മരിച്ച ശേഷം ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. കാരണം ആ കുട്ടി അങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്കത്ര ഒരു എന്താ പറയുക, നമ്മളൊരു ചിലപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കുട്ടിയെ, നമ്മൾ ഒരു കാര്യത്തിന് ഇടപെട്ട ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അപ്പം അത്തരത്തിലൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ പോയില്ല. അവിടെ നിന്ന് 3-4 ദിവസം കഴിഞ്ഞ സമയത്ത്, അതായത് ഞാൻ ഉറക്കത്ത്, അതായത് നമ്മൾ സാധാരണ ഉറങ്ങുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് ഈ കുട്ടിയെ ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കാണുന്നത് എന്നെ അവൻ വല്ലാതെ വഞ്ചിച്ചു, എന്നെ വല്ലാതെ ചതിച്ചു, ഇതിന് എനിക്കിതിന് പകരം ചോദിക്കണം, എൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ സങ്കടപ്പെടുകയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഞെട്ടി ഉണർന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ആ കേസിൽ പോയി ഇടപെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഒരുപക്ഷെ ആ കുട്ടിയെ നമ്മൾ ഉറക്കത്തിൽ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ, അതായത് ഞാൻ എൻ്റെ ഉപാസനകളും എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതികളിൽ പോകുന്ന സമയത്തെല്ലാം തന്നെ ഒരു ശബ്ദം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതായത് ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ചെവിയിൽ ഈ കുട്ടിയുടെ അതേ ശബ്ദം, അതായത് ഈ കുട്ടി എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് അതേപോലത്തെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. ചില സമയത്ത് എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ കേട്ടു, ചില സമയത്ത് കരയുന്ന പോലത്തെ ശബ്ദമാണ് കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണ്, അതായത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നൊരു അസുഖമുണ്ട് നമ്മൾ സൈക്യാട്രിയിൽ, ഇത്തരം ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നതാണോ എന്ന് എനിക്കറിയണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈക്കോളജിസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ സമീപിച്ചു, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹവും അതത്ര കാര്യമാക്കില്ല. എന്നോട് പറഞ്ഞു അത് മനസ്സിൻ്റെ തോന്നലായിരിക്കും എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നും കുറച്ച് കഴിയുമ്പം ഞാൻ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ ശബ്ദം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എനിക്ക് ഈ കാര്യത്തിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ഒരു തവണ ഞാനിത് കേട്ട സമയത്ത് ഈ കുട്ടിയുടെ, അതായത് ഈ മരണപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ഈ മരണപ്പെട്ട കുട്ടിയുടെ ശബ്ദത്തിൽ എന്നോട് പറയാണ്, അവൻ സുഖിച്ച് നടക്കുകയാണിപ്പോൾ, അവൻ വല്ലാതെ സുഖിച്ച് നടന്നിട്ടുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്, അവനിപ്പോൾ അതായത് സുഖിച്ച് നടക്കുന്നതിനോടൊപ്പം തന്നെ അവനിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ കൊടുത്ത ചെറിയൊരു പണിയാണ് എന്ന തരത്തിൽ എനിക്കൊരു എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ. അത് ഞാൻ ഒരു ഉറക്കത്തിൻ്റെ സമയത്തല്ല, ഉറങ്ങിയിട്ടില്ല, അല്ലാതെയാണ് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഞാൻ നമ്മളിപ്പം ഇത് ആകെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ ഇങ്ങനെ കുടുങ്ങി നടക്കുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് ഞാൻ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു, ഇത് അന്വേഷിച്ചു. അതായത് ഈ പയ്യൻ്റെ വീടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എനിക്ക് ഈ പയ്യനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ പയ്യൻ വിദേശത്തായിരുന്നു, അവിടെ നിന്ന് വന്നു, കുറച്ച് ദിവസം കഴിഞ്ഞു. അവിടെ നിന്ന് ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് വീണിട്ട് ഈ പയ്യൻ്റെ കാലിൻ്റെ എല്ല് ഫ്രാക്ചറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് ഏത് സയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്? അതായത് ഈ പയ്യനുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റേ ഇല്ല, എനിക്കറിയില്ല. അതായത് ഈ പയ്യൻ്റെ വീട് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ പിന്നെ ഏത് സയൻസിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ തൂക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ കുറച്ച് സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയപരമായി നിൽക്കുന്ന കുറേ ഗുരുക്കന്മാരുണ്ട്, അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്നത്, എന്താണ് ഈ ആത്മാവിൻ്റെ കാര്യങ്ങൾ. ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് മരിക്കേണ്ടി വന്നത്. ഈ പയ്യനോടുള്ള അടങ്ങാത്ത പകയുണ്ടായിരുന്നു. ആ കേസ് പിന്നീട് ചില രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒതുക്കപ്പെടുന്നൊരവസ്ഥയുണ്ടായി. അവളുടെ അച്ഛൻ, അമ്മ, ഇവർ രണ്ടുപേരും ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത് വളരെയധികം മാനസികമായി തളർന്നു.
നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ എനിക്ക് കേൾക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും. പക്ഷേ ഇത് എങ്ങനെയാണ് ആളുകളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരുടെ അടുത്തൊക്കെ പോകുന്നത്. അപ്പം അവരതിനെപ്പറ്റി കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞിരുന്നു. ഈ നമ്മുടെ ഹൈന്ദവീയമായ ചില പൂജാ കാര്യങ്ങളിലൂടെ ആ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് എൻ്റെ ഗുരുനാഥൻ്റെ സഹായത്തോടുകൂടി ഞാൻ എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. അതോടുകൂടി ആ സംഭവം എനിക്ക് പിന്നെ എന്നെ ശല്യം ചെയ്തിട്ടില്ല. അതോടുകൂടി ആ ഒരു കാര്യം അവിടെ പിന്നീട് ആ തോന്നലുണ്ടായിട്ടില്ല. പിന്നീട് ആ ഒരു കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടോ കാര്യമായി ബന്ധപ്പെട്ടോ ഒരു വിഷയവും എന്നിൽ വന്നിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു സോൾ പ്രസൻസുമായി ബന്ധപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു അനുഭവം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇതെനിക്കുണ്ടായ അനുഭവമല്ല, എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ്. അതായത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഒരു യുവാവ്, വളരെയധികം ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും അത്യാവശ്യം അറിയുന്ന ഒരു നല്ല പൂജാരിയായിട്ടുള്ള ഒരു യുവാവ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു പെൺകുട്ടിയാണ്. എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇവള് എല്ലാ ദിവസവും ഈ അമ്പലത്തിൻ്റെ പരിസരത്തൂടി പോകും. ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പൂജാരി താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പം ഇയാൾക്ക് ഇവളോടൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം ഇയാൾ ഈ പൂജാരി ആണെങ്കിൽ കൂടിയും ഓപ്പണായിട്ട് നമുക്കൊരു പെൺകുട്ടിയോട് പിന്നെ ഒരു പ്രണയം തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വിനു മോഹൻ്റെ ഏതോ ഒരു സിനിമയുണ്ട്, അതുപോലെ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് മനസ്സിലായി, ഈ കുട്ടിക്ക് ഈ പൂജാരിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം ഈ കുട്ടിക്ക് മനസ്സിലാവുകയും അത് എന്തായാലും മനസ്സിലാവില്ല, നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ കാര്യത്തിലൂടെയൊക്കെ മനസ്സിലാവും. അപ്പോൾ അവർ മാനസികമായി ചെറുതായിട്ടൊന്ന് അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആളുകൾക്ക്, അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇത് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക് എന്നുള്ള നിലയ്ക്കായിരുന്നു ഇവരോടൊക്കെ സംസാരിച്ചിരുന്നത്. കാരണം അറിയാലോ, പൂജാരി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു വേറൊരു തരത്തിലുള്ള ചിന്താഗതിയൊക്കെ ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ട്. അത്തരത്തിലുള്ള കാര്യമായതുകൊണ്ട് അവർക്കത് താല്പര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ എൻ്റെ സുഹൃത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇവൾ ഞെട്ടി ഉണർന്നു. അതിനു മുമ്പ് ഞെട്ടി ഉണരുന്നതിന് തൊട്ട് മുമ്പ് ഈ പയ്യൻ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇനി എനിക്കതിന് പറ്റില്ല, ഞാൻ പോവുകയാണ്, ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സംഭവമാണ് ഇവളുടെ മനസ്സിൽ കണ്ടത്, ഈ കുട്ടിയുടെ മനസ്സിൽ കണ്ടത്. അപ്പോൾ ഇവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഇവക്കാകെ അസ്വസ്ഥമാകുന്നു. എന്നിട്ട് ഇവളുടെ സുഹൃത്തിനെ വിളിച്ച് പറയുന്നു, എന്തോ ബുദ്ധിമുട്ട് പുള്ളിക്ക്. അതായത് ഇവർ തമ്മിൽ അത്രയും അടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തൊരു എന്തോ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന നിലയിൽ തന്നെ നിൽക്കുന്നു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ളവരാണ്. അതായത് തലേന്ന് രാത്രി ഈ പയ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരണപ്പെട്ട പൂജാരി മരണപ്പെട്ട ആ ഒരു വാർത്ത ഈ കിടന്നുറങ്ങുന്ന ഈ കുട്ടിയുടെ സബ് കോൺഷ്യസിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഈ സോളിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം ഈ വാഹനാപകടങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമരണം എന്നൊരു മരണം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ആത്മഹത്യാപരമായിട്ടുള്ള മരണമോ ഒക്കെ ആകുമ്പോൾ അതിനെന്താണ് ഈ ആഗ്രഹങ്ങൾ കഴിയാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിനനുവദിച്ചിട്ടുള്ള സമയം കഴിയാതെയാണ് ഈ മരണം സംഭവിക്കുന്നത്. നമുക്ക് തന്നെ ഏകദേശം 100ഓളം മരണഘട്ടങ്ങളുണ്ട് എന്നാണ് പറയുക.